ഇനി തദ്രീബാത്ത് നോക്കാം. ഒന്ന്, എന്താണ് ഇജ്തിഹാദ്? നുജീബ് ഉത്തരം എഴുതാനുള്ളതിൽ ഒന്നാമത്തെ എന്താണ് ഇജ്തിഹാദ്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിന് ഇജ്തിഹാദ് എന്ന് പറയുന്നു. രണ്ട്, എന്താണ് തിരുസുന്നത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം എന്നിവയാണ് തിരുസുന്നത്ത് എന്ന് പറയുന്നത്. അടുത്ത മൂന്ന്, ഇജ്മാ എന്നാൽ എന്ത്? ഒരു വിഷയത്തിൽ ഒരു കാലത്തെ എല്ലാ മുജ്തഹിദുകളുടെയും ഏകോപിച്ച അഭിപ്രായമാണ് ഇജ്മാ. നാലാമത്തേത്, ഖിയാസ് എന്നാൽ എന്ത്? ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായി വിധി പറയാത്ത ഒരു വിഷയത്തെ വ്യക്തമായി വിധി പറഞ്ഞ വിഷയവുമായി തുലനം ചെയ്ത് ചേർക്കലാണ് ഖിയാസ്. അഞ്ചാമത്തെ, ആരാണ് മുജ്തഹിദ്? ആൻസർ, ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മതവിധി കണ്ടെത്തുന്നവർക്കാണ് മുജ്തഹിദ് എന്ന് പറയുന്നത്. ആറാമത്തത്, സ്വഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകളിൽ 4 ആളുടെ പേരെഴുതുക. ആൻസർ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. 4 ഖലീഫമാരുടെ പേരും ഇവിടെ എഴുതാം. അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇനി ഏഴാമത്തത്, എന്താണ് മദ്ഹബ്? മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബ്. ഇനി അടുത്തത്, നക്തുബ് ഫിഖ്റ, ഗണ്ണിക എഴുതാനുള്ളതിൽ ഒന്നാമത്തത് മുജ്തഹിദിന്റെ യോഗ്യതകൾ എഴുതാനുള്ളതാണ്. ആ മുജ്തഹിദിന്റെ 6 യോഗ്യതകൾ നമ്മളെ പാഠത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഇനി ഇത് വായിക്കണം എന്നില്ലല്ലോ. ഒന്ന്, ഖുർആനിലും തഫ്സീറിലും നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവ്. രണ്ടാമത്തെ, ഹദീസിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലുമുള്ള ആഴത്തിലുള്ള അറിവ്. അങ്ങനെ ആ 6 നിയമങ്ങളും അവിടേക്ക് എഴുതുക. രണ്ടാമത്തേത്, നക്തുബ് ഗണ്ണിക എഴുതാൻ രണ്ടാമത്തെ, മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ യമൻ യാത്ര, അതിനെക്കുറിച്ച് എഴുതാനാണ്. അത് നമ്മുടെ പാഠത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തആലയുടെ കിതാബ് അനുസരിച്ച് വിധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും? മുആദ് റളിയല്ലാഹു അൻഹു തിരുചര്യ അനുസരിച്ച് വിധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവ രണ്ടിലും വിധി കണ്ടില്ലെങ്കിൽ എന്തു ചെയ്യും? അങ്ങനെ ആ സംഭാഷണം അതാണ് ഇവിടേക്ക് എഴുതി കൊടുക്കാനുള്ളത്. അതിന്റെ ബാക്കി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചിൽ തട്ടി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂലില്ലാഹി ലിമാ യർദാ റസൂലുള്ളാഹ്. അതിന്റെ അർത്ഥമടക്കം അവിടേക്ക് എഴുതി കൊടുക്കുക. ഇനി അടുത്തത്, സ്വഹാബികളുടെ ബനു ഖുറൈള യാത്ര. സ്വഹാബികളുടെ ബനു ഖുറൈള യാത്രയാണ്. അതിനെ കുറിച്ചുള്ള സംഭവമാണ് ഫസ്റ്റ് തന്നെ പറയുന്നത്. അലാ ലാ യുസല്ലിയന്ന അഹദുൻ അൽ അസ്റ ഇല്ലാ ഫീ ബനി ഖുറൈള. ബനു ഖുറൈളയിൽ എത്തിയിട്ടല്ലാതെ ആരും അസ്ർ നിസ്കരിക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. സ്വഹാബികൾ യാത്ര തുടങ്ങി. അസ്ർ നിസ്കാരത്തിന്റെ സമയമായി. ബനു ഖുറൈളയിൽ എത്താതെ ഞങ്ങൾ നിസ്കരിക്കില്ല ചിലർ പറഞ്ഞു, ചിലർ നിസ്കരിച്ചു. ഖളാ ആക്കി നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടില്ല. വേഗത്തിൽ ബനു ഖുറൈള എത്തിച്ചേരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം പറഞ്ഞത്. അങ്ങനെ ആ സംഭവങ്ങൾ മുഴുവനായിട്ട് അവിടെ എഴുതി കൊടുക്കുക. ഇനി നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ്. ഒന്ന്, അലാ ലാ യുസല്ലിയന്ന അഹദുൻ അൽ അസ്റ ഇല്ലാ ഫീ ബനി ഖുറൈള. ഇത് ആരോട് എപ്പോൾ പറഞ്ഞു? ബനു ഖുറൈളയിലേക്ക് യാത്ര പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞു. ഓക്കെ. രണ്ടാമത്തെ, അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂലില്ലാഹി ലിമാ യർദാ റസൂലുള്ളാഹ്. ഇത് ആരോട് പറഞ്ഞു? മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്ര അയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒരു പ്രശ്നം വന്നാൽ നീ എങ്ങനെ വിധിക്കും? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വീഴ്ച വരുത്താതെ പ്രശ്നം പരിഹരിക്കും. കാരണം അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ സ്ഥലത്തിനനുസരിച്ച് എഴുതിയതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ തട്ടി പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂലില്ലാഹി ലിമാ യർദാ റസൂലുള്ളാഹ്. അതാണ് സന്ദർഭം. ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു. പിന്നെ നസ്റഹുൽ മാന, അർത്ഥം ഇതാണ്, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. അറിവുള്ളവരോട് എന്ത് ചെയ്യുക? ചോദിക്കുക. പാഠത്തിന്റെ അടിയെ ഫസ്അലു അഹ്ല ദിക്ർ, അറിവുള്ളവരോട് ചോദിക്കുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ, തഖ്സീസ്. ഒന്ന്, ഇജ്തിഹാദ് എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക. ഒരു ചെറുമട്ടത്തിലുള്ള ഒരു പ്രസംഗം ഒന്നുകൂടെ ഉഷാറാക്കിയിട്ട് നിങ്ങൾക്കത് എഴുതാം. ഇതൊരു മാതൃകയായിട്ട് കൊടുത്തു എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. ആദരണീയരായ ഉസ്താദുമാരെ, സഹപാഠി സുഹൃത്തുക്കളെ, ഇജ്തിഹാദ് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്.
കണ്ടെന്ന് എന്ന് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നിവയാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ. ഈ 4 പ്രമാണങ്ങളിലും അറബി ഭാഷ വിജ്ഞാനങ്ങളിലും അവഗാഹമുള്ളവർക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാൻ അനുവാദമുള്ളൂ. അല്ലാത്തവർ മുജ്തഹിദുകളെ അനുകരിക്കണം. ഒരു മുജ്തഹിദായ പണ്ഡിതനിൽ 6 യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ആ 6 യോഗ്യതകൾ ഉള്ളവർക്ക് മാത്രമേ ഇജ്തിഹാദ് ചെയ്യാൻ അർഹതയുള്ളൂ. സ്വഹാബത്തിലും താബിഉകളിലും തബഉ താബിഉകളിലുമെല്ലാം ഈ യോഗ്യതകളെല്ലാം മേളിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ട്. അവരിൽപ്പെട്ടവരാണ് നമ്മുടെ മദ്ഹബിന്റെ ഇമാമുമാർ. ഈ ഇമാമുമാരെ അനുകരിച്ചുകൊണ്ടാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പ്രസംഗത്തിൽ 6 നിയമങ്ങൾ കൊണ്ടുവരാം. മുജ്തഹിദുകളായ സ്വഹാബാകളെ കുറിച്ച് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുവരാം. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസംഗം ഒന്നുകൂടെ വിശാലമാക്കാവുന്നതാണ്. ഇനി അടുത്തത് 2 മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം വായിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഒരു ചെറിയ മട്ടത്തിൽ നമുക്കൊന്ന് അവതരിപ്പിക്കാം. മക്കയിൽ നിന്നും വന്ന ഇസ്ലാമിക പ്രബോധകനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മുഖേനയാണ് യസ്രിബുകാരനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നത്. ഇസ്ലാമിക കാര്യങ്ങളിൽ അഗാധ ജ്ഞാനം മാത്രമല്ല, ചിന്താശേഷിയും ദീർഘദൃഷ്ടിയുമുള്ള ആളായിരുന്നു അദ്ദേഹം. മക്ക വിജയാനന്തരം ഖുറൈശികൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മതവിദ്യാഭ്യാസം നൽകേണ്ടത് അനുയോജ്യമായി വന്നു. പ്രവാചകൻ ഈ ദൗത്യം ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഹിജ്റ 18 ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠവും തദ്രീബാത്തൊക്കെ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു പഠിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അടിയുറച്ച് വിശ്വസിക്കുന്നവരിൽ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.